علي. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനും റഹീമുമായ അല്ലാഹ്, സാധുക്കളാണ്, പാപികളാണ്, വിവരമില്ലാത്തവരാണ്, ആഖിർ സമാനിലെ ചണ്ടിച്ചവറുകളാണ്. അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ കബൂല് ചെയ്യണേ അല്ലാഹ്, ഞങ്ങളെ പൊരുത്തപ്പെടണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നിന്റെ മഹളായ ഫദ്ല് കൊണ്ട് ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഖൽബ് നന്നാക്കണേ അല്ലാഹ്, ഞങ്ങളെ ഹൃദയം നന്നാക്കണേ അല്ലാഹ്. ആരോടും പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, വെറുപ്പില്ലാത്ത നല്ല സലീമായ ഖൽബിൻ്റെ ഉടമകളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ദുനിയവിയും ഉഖ്റവിയും ശാരീരികവും മാനസികവുമായ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ തരല്ലേ അല്ലാഹ്, മാരകമായ രോഗങ്ങൾ തരല്ലേ അല്ലാഹ്. സഹിക്കാൻ കഴിയാത്ത വേദനകൾ തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ തരല്ലേ അല്ലാഹ്. ശരീരത്തിൽ ബാധിച്ചേക്കാവുന്ന ഏത് വലിയ രോഗമാണെങ്കിലും അല്ലാഹുവേ, ഞങ്ങളെ ശരീരത്തിൽ നിന്ന് അതിനെയെല്ലാം നീ മാറ്റിത്തരണേ അല്ലാഹ്. കാമിലായ ആജിലായ ശിഫയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റബ്ബേ. തന്ന സമ്പത്ത് മുഴുവനും ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെലവഴിക്കേണ്ടി വരുന്ന രൂപത്തിലുള്ള മാരകമായ ഒരു രോഗവും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാഹ്, നീ നൽകരുതേ അല്ലാഹ്. നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു അല്ലാഹ്, കാവൽ ചോദിക്കുന്നു അല്ലാഹ്, കാവൽ ചോദിക്കുന്നു അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഈമാൻ നീ നിലനിർത്തി തരണേ അല്ലാഹ്. മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്, അവസാന സമയം നന്നാക്കണേ അല്ലാഹ്. മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മദനിയ മജ്‌ലിസ് നടക്കുന്ന വീടും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് കുടുംബ വീടുകളും മറ്റ് വീടുകളും എല്ലാവർക്കും നീ ബറക്കാത്തുകൾ ചൊരിയണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്. എല്ലാ ബലാ മുസീബത്തുകളും അല്ലാഹുവേ നീ തട്ടി ദൂരത്താക്കണേ അല്ലാഹ്, നീ തട്ടി ദൂരത്താക്കണേ അല്ലാഹ്, നീ തട്ടി ദൂരത്താക്കണേ റബ്ബേ. അല്ലാഹുവേ, എല്ലാ ഖൈറിൻ്റെ വാതിലുകളും ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ലാഹ്. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബായ നീ ഞങ്ങളെ കൈവെടിയരുതേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. നല്ല ബുദ്ധിശക്തി കൊടുക്കണേ അല്ലാഹ്, നല്ല ഓർമ്മ ശക്തി കൊടുക്കണേ അല്ലാഹ്. അതവുള്ള മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ ഖൈറായ ഉയർച്ച കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. വിപരീതമായതൊന്നും കേൾക്കേണ്ടി വരുന്ന ഗതികേട് ഞങ്ങൾക്ക് തരല്ലേ റഹ്മാനേ. അല്ലാഹുവേ, ഈ വീട് വലിയ ബറക്കത്തുള്ള വീടാക്കണേ അല്ലാഹ്. ഈ വീട്ടിലെ മൈമൂന ഹജ്ജുമ്മാക്ക് അല്ലാഹുവേ നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഉമ്മാന്റെ നിർബന്ധമായിരുന്നു മരിക്കുന്നതിന് മുമ്പ് ഈ വീട്ടിലൊരു മദനീയം നടക്കണമെന്നത്. അല്ലാഹുവേ, ഉമ്മാക്ക് ഇന്നും നാളെയും എല്ലാം ഈ മജ്‌ലിസുകളെല്ലാം ഖബറിലും ദുനിയാവിലും വലിയ സന്തോഷമുള്ളതാക്കി കൊടുക്കണേ റഹ്മാനേ.
അല്ലാഹുവേ ഈമാനോടുകൂടെയുള്ള മരണം അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാ. അല്ലാഹുവേ ഖൈറായ എന്തൊക്കെ മുറാദുകൾ ഖൽബിലുണ്ടോ ആ മുറാദുകൾ മുഴുവനും അല്ലാഹുവേ നീ ഹസ്സലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഉമ്മാന്റെ ഭർത്താവ് മുസ്തഫ ഹാജി അല്ലാഹുവേ ഖബറിലാണ്. യാ അല്ലാ അവർക്ക് നീ സ്വർഗം നൽകണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ. മുസ്തഫ ഹാജിയുടെ ഖബറിലേക്ക് മജ്ലിസിൽ വെച്ച് ഞങ്ങൾ ഓതിയ ഖുർആനും ദിക്റും സ്വലാത്തും അദ്ദാദും അസ്മാഉൽ ഹുസ്നയും എല്ലാം അല്ലാഹുവേ മുസ്തഫ ഹാജിയുടെ ഖബറിലേക്ക് ഒരു നേരം പോക്കാക്കി നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഉമ്മാന്റെ മക്കള് എല്ലാവരും ദീനിനോട് വലിയ സ്നേഹവും ബന്ധവുമുള്ളവരാണ്. യാ അല്ലാ നീ എല്ലാവർക്കും ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഒരു മകളുടെ ഭർത്താവാണ് യൂസുഫ് ഹാജി. അല്ലാഹുവേ ഞങ്ങളെ മദനിയത്തെ വല്ലാതെ സ്നേഹിച്ചവരാണ്, എന്നും മദനീയം കേട്ടിരുന്നവരാണ്. സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കഴിയുമ്പോഴും മദനീയത്തെ സ്നേഹിച്ച് മദനീയത്തെ ഇഷ്ടം വെച്ചവരാണ്. അല്ലാഹുവേ അദ്ദേഹത്തിനും അതുപോലെ അവരുടെ മകളുടെ ഭർത്താവാണ് അയ്യൂബ് ഹാജി. അവരുടെ ഉപ്പയും മരണപ്പെട്ടു പോയി. അല്ലാഹുവേ ഖബറുമെല്ലാം നീ സ്വർഗമാക്കണേ അല്ലാ. ഈ മജ്ലിസിന്റെ മുന്തിയ മിസ്ൽ സവാബ് ഈ കുടുംബത്തിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയി ഖബറുകളിലുണ്ടോ അവരുടെ ഖബറുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. ഉമ്മാന്റെ മക്കൾക്കും മരുമക്കൾക്കും പേരക്കുട്ടികൾക്കും എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ബന്ധം സ്വർഗത്തിലേക്കുള്ള ബന്ധമാക്കണേ അല്ലാ. ഞങ്ങളെ മദനീയം കുടുംബത്തിന്റെ ഓരോരുത്തരുടെയും മുറാദ് നീ ഹസ്സലാക്കണേ അല്ലാ. മക്കളില്ലാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, വിവാഹപ്രായമായവരുണ്ട്, ഗർഭിണികളായ സഹോദരിമാരുണ്ട്, ഹോസ്പിറ്റലിൽ പ്രസവിക്കാൻ വേണ്ടി അഡ്മിറ്റ് ചെയ്തവരുണ്ട്, പ്രസവിച്ചവരുണ്ട്, കുട്ടി ഹോസ്പിറ്റലിൽ ICUവിലാണെന്ന് അറിയിച്ചവരുണ്ട്. അല്ലാഹുവേ എല്ലാത്തിനും കാമിലായ ആജിലായ പരിഹാരം നീ നൽകണേ അല്ലാ. പരിഹാരം നീ നൽകണേ അല്ലാ. പരിഹാരം നീ നൽകണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ സ്വർഗം തരണേ അല്ലാ. നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റബ്ബേ. കഴിഞ്ഞ ഒരു മാസക്കാലമായി ഞങ്ങൾ മദനീയത്തിൽ അഷ്റഖ ബൈത്ത് ചൊല്ലുന്നു. ഇന്ന് അഷ്റഖ ബൈത്ത് ചൊല്ലൂല എന്നറിഞ്ഞപ്പോ എത്ര ആളുകളാ മെസ്സേജ് അയച്ചു, ഉസ്താദെ ഒന്ന് കണ്ടിന്യൂ ചെയ്തുകൂടെ? റബീഉൽ അവ്വലിനൊരു സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്നത് അതതിൻ്റെ ഭംഗിയായി നിലനിൽക്കണമെങ്കിൽ അത് ആ റബീഉൽ അവ്വലിൽ തന്നെ നിലനിന്നോട്ടെ എന്ന് വിചാരിച്ചത് കൊണ്ടാണ് അത് കണ്ടിന്യൂ ചെയ്യാത്തത്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഇനിയും റബീഉൽ അവ്വലുകൾ സ്വീകരിക്കാനും മുത്തു റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലാനും അഷ്റഖ ബൈത്ത് ചൊല്ലാനും അല്ലാ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയായ സിയാറത്തും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അൽഹംദുലില്ലാഹ്. മഹാനായ ഗൗസുൽ ആദം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ അനുസ്മരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരു മാസക്കാലം അവരുടെ മജ്ലിസുകളാണ് മദനീയത്തിൽ നടക്കുക. അല്ലാഹുവേ അവരെ കൊണ്ട് ഞങ്ങളെ നീ വിജയിപ്പിക്കണേ അല്ലാ. വിജയിപ്പിക്കണേ അല്ലാ. വിജയിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ മുറാദ് നീ ഹസ്സലാക്കണേ അല്ലാ. ഈമാനുള്ള മരണം തരണേ റബ്ബേ. അവരുടെ കാവല് ശൈത്വാനിന്റെ ശർറിൽ നിന്ന് ഞങ്ങൾക്ക് നീ അവരുടെ കാവല് ഏർപ്പാട് ചെയ്യണേ അല്ലാ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബിഹ